ദ സെഞ്ചൂറിയൻ ഹൂ സോ ജീസസ്. ശതാധിപൻ യേശുവിനെ കണ്ടത്. യേശുവിനെക്കുറിച്ച് കണ്ടിട്ടുള്ള പ്രമാണികളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം പറഞ്ഞത് എന്ന് ശതാധിപനെക്കുറിച്ചാണ് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7:1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വേദപുസ്തകത്തിൽ നിന്ന് എടുക്കുന്നത്, ഞാൻ ഈ വേദപുസ്തകം തന്നെ നോക്കി ചിലപ്പം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇതൊരു മിത്തല്ല, ഇത് ചുമ്മാ ഒരു കെട്ടുകഥയല്ല, ഇത് നടന്നതാണ്. അത് അന്ന് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് ചെയ്തത് ഇന്നും നടക്കും, അല്ലെ നടക്കുന്നു. ആ ഒരു സത്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അല്ലാതെ അന്ന് വന്ന ദൈവം മിത്തോളജി ആണെങ്കിൽ വന്നു പോയി, അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ അതല്ല. ഹി വാസ് ഹിയർ, ഹി വാസ് സെൻഡ് ബൈ ഫാദർ ഗോഡ്. പിതാവാം ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ച്, അതായത് പിതാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ, നഷ്ടപ്പെട്ടതായ പരദീസ തിരിച്ചു തരാൻ യേശുവിനെ വിട്ടതാണെന്ന് പറഞ്ഞു. അതിനകത്ത് യഹൂദനെന്നോ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ പ്രമാണിയെന്നോ സാധാരണക്കാരനെന്നോ ഒന്നും വ്യത്യാസമില്ല. ആരാഗ്രഹിക്കുന്നു? അതുകൊണ്ട് യേശുവിനെ കാണാനുള്ള ആഗ്രഹമെങ്കിലും ഈ വചനം കൊണ്ടുണ്ടായാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. കാണേണ്ടവനെ കാണുക. എനിക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. പൈസ ഇല്ലാത്തവരടുക്ക ചെന്ന് എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞാൽ അയാൾ സൂയിസൈഡ് ചെയ്യത്തില്ല. അയാളെങ്ങനെ എടുത്തു തരും? ഇല്ലാത്ത കാശ് നമ്മൾ ചോദിച്ചാൽ. എന്നാൽ ധനവാനായ ഒരുവൻ്റെ അടുക്ക ചെന്ന് അയക്കും നമ്മളോട് മനസ്സിലുണ്ടെങ്കിൽ അയാൾ ഒരു മടിയും കൂടെ എടുത്തു തരും. ഇതൊക്കെ എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലണം, അവിടെ ചെന്നേ നിൽക്കാവൂ. അതാണ് ഇങ്ങനെ 7-ാം അധ്യായത്തിൽ ലൂക്കോസിൽ ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർന്നഹോമിലെത്തി. കഫർന്നഹോം എ വില്ലേജ് ഓഫ് പീസ്, സമാധാനം. അത് യേശുക്രിസ്തുവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ ഇവിടെ റെക്കമെൻഡേഷനാണ്. കാരണം ഈസ് നോട്ട് അബ്രഹാമിൻ്റെ സന്തതിയല്ല, ഒരു ശതാധിപൻ, റോമാ സാമ്രാജ്യത്തിലെ ഒരു ജോലിക്കാരൻ, 100 പേരുടെ അധിപതിയാണ് ശതാധിപൻ എന്ന് പറയുന്നത്. അയാളുടെ ദാസന് സൗഖ്യത്തിന് വേണ്ടി ആളിനെ പറഞ്ഞു വിടുകയാണ്. എന്തൊരു നല്ല മനസ്സല്ലേ! സ്വന്തം മകനൊന്നും അല്ല, ഒരു ദാസന് വേണ്ടി, അവൻ ദീനമായിട്ട് കിടക്കുന്നു, അവനെ സൗഖ്യമാക്കാനായിട്ട് യഹൂദന്മാരോട് അതായത് ശുപാർശ ചെയ്ത് പറഞ്ഞയക്കുകയാണ്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ഈ ശതാധിപനെക്കുറിച്ച് താല്പര്യമായിട്ട് അപേക്ഷിച്ചു. കാരണം ഈസ് എ ഹെൽപ്പർ, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതായത് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് നന്മ ചെയ്ത് ഈ മനുഷ്യൻ്റെ ആവശ്യം ചെയ്തു കൊടുക്കണമേ എന്ന് യഹൂദന്മാർ റെക്കമെൻഡ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന്, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു പള്ളി അവരെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. യേശു ഇവരുടെ കൂടെ പോവുകയാണ് ശതാധിപൻ്റെ വീട്ടിൽ. പക്ഷേ ആ വീട്ടിൽ കയറുന്നതിന് മുമ്പേ ശതാധിപൻ അറിഞ്ഞിട്ട് തൻ്റെ സ്നേഹിതന്മാരെ അയച്ചിട്ട്, കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. എന്തൊരു വിനയമല്ലേ ആ മനുഷ്യൻ്റെ! അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ അയോഗ്യനാണ്, എനിക്ക് യോഗ്യതയില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു. യേശു അത് കേട്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോടെ, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ അയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസൻ സൗഖ്യത്തോടെ കണ്ടു. ദാസൻ പലതരത്തിലാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തനം. ഇവിടെ ക്രിസ്തുവിൻ്റെ എബ്രഹാമിൻ്റെ സന്തതി അല്ലാത്തതായ ശതാധിപൻ, റോമാ സാമ്രാജ്യത്തിലെ ഒരു അധിപതി, അയാൾ ആളുകളെ വിടുകയാണ്. ആദ്യമേ സാധാരണ ജോലിക്കാരെ വിട്ടു,
വിട്ടിട്ട് പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു ദാസന് സുഖമില്ല, സൗഖ്യമാക്കണമേ എന്ന് പറയാണ്. യേശു എന്നാൽ അവരുടെ കൂടെ പോകാൻ തയ്യാറായി. യേശുവിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ കാണുന്ന പോലെ യേശുവിനെ മതിലിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്ത്യകാലത്ത് യേശു കടന്നു വരുമ്പം എല്ലാ ചർച്ചും എല്ലാ സഭയുടെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന വെള്ളം, ജീവവെള്ളം കാണും. ഇതിൽ എത്ര പേരാ, ഏത് സഭക്കാരാന്ന് യേശു ചോദിക്കൂല. ഒരു ചോദ്യമേ ഉള്ളൂ, നീ എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നുവോ? അതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഒരു സഭ വേറൊരു സഭയെ ചെറുതാക്കിയോ വലുതാക്കിയോ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്, യേശു തിരഞ്ഞെടുത്ത വ്യക്തികൾ ആരെങ്കിലും ആ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, ആ സമുദായത്തിലുണ്ടെങ്കിൽ നമുക്കവരെ വിധിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. കളയും അല്ല, കതിരും പതിരും പോലെയും കളയും നല്ല ചെടിയും ഒരുപോലെ കിളുക്കും. പക്ഷേ അവസാന കാലത്ത് കൂട്ടി തീയിലിടുന്നത് കളയാണ്. അത് ദൈവത്തിൻ്റെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. നമ്മൾ കഴിയുന്നത്രയും പേരെ യേശുവിലേക്ക് കൊണ്ടുവരിക. ഈ ശതാധിപൻ തൻ്റെ ഒരു ജോലിക്കാരനെ വിട്ടുമ്പോൾ യഹൂദന്മാർ വന്ന് നല്ല റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ? നമ്മളെക്കുറിച്ചിട്ട് നല്ല റിപ്പോർട്ട്. എത്ര പേര് നമ്മളെക്കുറിച്ച് പറയും? മരിക്കുമ്പോൾ എല്ലാവരും മരിച്ച വ്യക്തിയെക്കുറിച്ച് ഒത്തിരി നല്ലത് പറയും. ചില സന്ദർഭങ്ങളിൽ മരിച്ച വീട്ടിൽ ചെന്നാൽ എന്ത് പറയേണ്ടത് നമ്മളിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഒരു അനുഭവം, എന്താണ് പറയേണ്ടത് ഈ ഭവനത്തിൽ? ഈ വ്യക്തികളുടെ സ്വഭാവത്തിലുള്ള പാളിച്ചകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്ത് പറയും എന്ന് ചിന്തിക്കുമ്പം പിന്നെ നമ്മൾ യേശുവിലേക്ക് അങ്ങ് നോക്കുകയാണ്. വേറൊന്ന്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ല ഒന്നും പറയാനില്ല, അവൻ്റെ കൃപ. അതുപോലെ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ, ഈ സെഞ്ചൂറിയൻ്റെ അടുക്കലേക്ക് സെഞ്ചൂറിയൻ അറിയുന്നുണ്ട് യേശു അങ്ങോട്ട് കടന്നു വന്നു. അപ്പോൾ യേശു ഉടനെ സ്നേഹിതന്മാരെ ഇപ്രാവശ്യം പറഞ്ഞു വിട്ടു, എൻ്റെ പുരയ്ക്കകത്ത്, എൻ്റെ വീട്ടിനകത്ത് വരുവാൻ അവിടുന്ന് വലിയവനായ ദൈവമേ എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അയോഗ്യനാണ്. അപ്പോൾ യേശുവിന് എത്രമാത്രം വലിയ വില ഈ മനുഷ്യൻ കൊടുക്കുന്നുണ്ട്. അവരോട്, ഞാനൊരു ശതാധിപനാണ്, ഞാനൊരു അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഒരാളോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. അതുകൊണ്ട് അവിടുന്ന് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, ദാസനോട് ഇത് പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും അല്ലോ, അത് പറഞ്ഞാൽ മതിയെന്ന്. യേശു അത് കേട്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു, ആ വിശ്വാസത്തിൽ ആശ്ചര്യപ്പെടുകയാണ്. അപ്പോൾ കർത്താവിന് ആശ്ചര്യപ്പെടുന്ന ചില സംഭവങ്ങൾ ഭൂമിയിൽ സംഭവിച്ചില്ലേ? കർത്താവ് ഒരിക്കലും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു. അല്ലെ, ഈ ആശ്ചര്യപ്പെട്ടു എന്നുള്ള വാക്യം എഴുതിയിരിക്കുന്നു. കർത്താവിനെല്ലാം അറിയാം, പക്ഷേ ഇവിടെ ആശ്ചര്യപ്പെടും. കാരണം തൻ്റേതല്ലാത്ത ഒരു ജനത, അതും ഒരു പ്രമാണി യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നുള്ള ആ ഒരു ബലം. അതുകൊണ്ടാണ് യേശു പറയുന്നത് എന്താണ്? ഇസ്രായേലിൽ കൂടെ, അതായത് എൻ്റെ ജനത, ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ അവരെല്ലാം തിരിച്ചു ചെന്നപ്പോൾ എന്ത് പറ്റി? ദാസന് സൗഖ്യമായി. യേശു ആ വീട്ടിൽ ചെന്നതായിട്ട് പറയുന്നില്ല, പക്ഷേ ഈ മനുഷ്യൻ്റെ വിശ്വാസം വലുതാണ്. ആ ശതാധിപൻ യേശുവിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ തീർത്തും ആത്മാവ് കൊണ്ട് കണ്ടു. അതുകൊണ്ടാണല്ലോ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ യേശു ഞാൻ വരാമെന്നും പറഞ്ഞു പോകുന്നത് കണ്ടില്ലേ? അറിയാത്ത ദൈവമല്ല, പക്ഷെ അവൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ച് കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. ഞാനത് തന്നെയാണ് പറയുന്നത്. നമുക്കൊക്കെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും അതൊന്ന് ധൈര്യമായിട്ട് 2 പേരുടെ മുമ്പിൽ അല്ലെ 4 പേരുടെ മുമ്പിൽ പറഞ്ഞാൽ അതുകൊണ്ട് എത്ര പേര് രക്ഷപ്പെടും നമുക്കറിയാമോ? പറന്നു പോകുന്ന കാക്ക പോലും നമ്മുടെ വചനം കേൾക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പറന്നു പോകുന്ന കാക്ക പോലും. ആര് കേൾക്കുന്നു ആര് കേൾക്കുന്നില്ല എന്നല്ല നമ്മുടെ ജോലി. അറിയാവുന്ന സത്യം അറിഞ്ഞിട്ട് നിൻ്റെ വായ അടച്ചു വെച്ചാൽ ഒരു ദ്രഹ്മ അല്ലെ ഒരു താലന്ത് കിട്ടിയവൻ അത് മൂടി വെക്കുന്നവനെ പോലെയാണ്. അത് ദൈവത്തിന് സങ്കടമാണ്. ഏതാണ് നിങ്ങളുടെ കഴിവെന്ന് എനിക്കറിഞ്ഞുകൂടാ, നമ്മുടെ മക്കളുടെ കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ നിൻ്റെ മഹത്വത്തിനു വേണ്ടി നിൻ്റെ ആഭരണമായിട്ട് നിൻ്റെ അരയിൽ അവരെ കെട്ടിവെച്ചിട്ട് നീ അവരെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി ജീവിക്കണേ എന്ന് പ്രാർത്ഥിക്കാമല്ലോ. അതുകൊണ്ടാണ് യെശയ്യാ 54:13 പറയുന്നത്, എൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, ആരുപദേശിക്കുന്നത്? യഹോവ. എൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമാകുന്നു. അപ്പോൾ ദൈവസമാധാനം കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ ഉപദേശം വേണം. അല്ലാത്ത എല്ലാം
കർത്താവേ, അത് വേരോട് പറഞ്ഞു പോകട്ടെ, അങ്ങനെയുള്ള മതിലുകൾ ഇടിഞ്ഞു പോകട്ടെ, ആ പണിത് വെച്ചിരിക്കുന്ന എല്ലാം പൊയ്പോകട്ടെ. അത് കർത്താവ് കാറ്റടിക്കുന്നെന്ന് പറഞ്ഞു. കാറ്റടിക്കുന്നതിനെ കുറിച്ച് കർത്താവ് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് റൂഹ അല്ലെങ്കിൽ കാറ്റെന്നാണ്. കാറ്റടിക്കുമ്പോൾ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് നടക്കും. ഒന്ന്, അതിൻ്റെ ഫൗണ്ടേഷൻ അറിയും. അത് എവിടെയാണത് നിൽക്കുന്നത് എന്ന് കാറ്റ് വെളിപ്പെടുത്തും. സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് എങ്കിൽ, പാറമേൽ പണിതതാണ് എങ്കിൽ ആ വീട് അവിടെ നിൽക്കും. കാറ്റും മഴയും വരും, കോളും വരും, അത് നിശ്ചയമാണ്, എല്ലാ വ്യക്തികൾക്കും വരും. പക്ഷെ നീ പാറയാവുന്ന ക്രിസ്തുവിലാണെങ്കിൽ അവിടെ ഉറച്ചു നിൽക്കും. അതല്ല, മണലിലാണ് പണിയുന്നതെങ്കിൽ അത് ഇടിഞ്ഞു പോകും. ഒന്നാമത്തെ പ്രയോജനം, കാറ്റടിച്ചപ്പോൾ ഫൗണ്ടേഷൻ ക്ലിയറാക്കി കാണിച്ചു, ഫൗണ്ടേഷൻ സ്ട്രോങ്. 2, കാറ്റടിക്കുമ്പം കതിരും പതിരും കൂടെ സ്വിഫ്റ്റ് ചെയ്യും. എന്താണെന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ജോലി ദൈവത്തിൻ്റെയാണ്. നമ്മൾ കാണും, മുഖം ചിരിച്ച് കാണിക്കുന്നവർ ചിലപ്പം അകത്ത് അഴുക്കോ ചീത്തയോ എന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ ദൈവം അത് കാണുന്നുണ്ട്. ഒരു കാറ്റയക്കുമ്പോൾ വീണു പോകേണ്ടിയവൻ വീഴും. കർത്താവിനോട് മറുത്ത് നിൽക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തോട് മറുത്ത് നിന്ന പൗലോസിനെ ദൈവം ശൗലേ എന്ന് വിളിച്ച് മാറ്റി പൗലോസാക്കി മാറ്റി, ഇല്ലേ? 3-ാം സ്വർഗം കാണിച്ചു കൊടുത്തു. ഒരു കാറ്റ്, ഒരു ടച്ച്, വൺ ടച്ച് പോരെ. 3-ാമത് ഷൈനിങ്. കാറ്റടിക്കുമ്പം ഈ വേണ്ടാത്തതെല്ലാം പോയി കഴിയുമ്പോൾ വേണ്ടുന്നത് തിളങ്ങി നിൽക്കുന്നത് കാണാം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലേക്ക് അടിക്കുമ്പം കർത്താവിനെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായെങ്കിൽ മാറ്റം വരുന്നത് മറ്റുള്ളവരിലല്ല, നമ്മളിൽ. ഈ മാറ്റം മൂലം മറ്റുള്ളവരിലേക്കും കൂടെ വെളിച്ചം പകരാൻ നമ്മളെ ദൈവം ഉപയോഗിക്കട്ടെ. ഓരോ വ്യക്തിക്കും ജോലിയുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് പ്രൊഫഷനാണ് എടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ ഏത് ജോലിയാണ് എന്താ ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മകനെ മകളെ, എനിക്ക് വേണ്ടി പണിയുവാൻ കാല് വെച്ച് ഇറങ്ങും. വീട് പണിയാൻ സ്വർഗത്തിൽ ഇനിയും ബ്രിക്സ് ആവശ്യമുണ്ട്. നിൻ്റെ നന്മ പ്രവൃത്തികൾ വേണം ആ ഭവനം പണിത് തീർക്കാൻ. യോഹന്നാൻ്റെ 14 പറയുന്നു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് ഭവനമുണ്ടാക്കും. അതിന് മുമ്പ് പറഞ്ഞിരുത്തവന്, നിങ്ങൾ ഹൃദയം കലങ്ങരുത്, പിതാവിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. കലങ്ങുന്ന ഹൃദയം കൊണ്ട് വീട് പണിയാനൊക്കത്തില്ല. അനേക മക്കളുടെ കലങ്ങുന്ന ഹൃദയം മാറ്റി ഒരു വാക്ക് യേശുവിൽ നിന്ന് കിട്ടിയാൽ അത് മതിയെന്ന് ഉറച്ചു നിന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒറ്റ വാക്ക് മതി നിന്നിൽ നിന്ന്. അത് നേരിട്ട് നിന്നിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം. 1000 ഒപ്പീനിയൻസ് പറയാൻ ആളുകളുണ്ട്, 1000 അഭിപ്രായങ്ങളും ഉപദേശങ്ങളും തരാൻ ആളുകളുണ്ട്. പക്ഷെ നിൻ്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ചെവികൾ കൂർത്തിരിക്കുകയാണ്. ഇപ്പോഴും പല വചനങ്ങൾ പറയുന്നുവെങ്കിലും ഒരു വചനമായിരിക്കും ചെന്ന് കൊള്ളുന്നത്. ആ ഒരു വചനം ഇന്നത്തേക്ക് മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സെഞ്ചൂറിയൻ പറഞ്ഞതുപോലെ, എൻ്റെ വീട്ടിലേക്ക് കയറാൻ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇസ്രായേലിൽ പോലും ഇത്രമാത്രം വിശ്വാസം കണ്ടിട്ടില്ല എന്ന് യേശു ആശ്ചര്യപ്പെട്ടു. കർത്താവേ, ഞങ്ങളും നിനക്ക് ആശ്ചര്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. ദിനം പ്രതി ഒരേ കാര്യം ചെയ്യുന്നവർ ഒരു പുതിയ കാര്യത്തിലേക്ക് വെഞ്ചർ ചെയ്ത് കാലുവെക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നിൻ്റെ ആത്മാവ് ഞങ്ങളെ പുതിയതായിട്ട് നിൻ്റെ വലത് കൈ പിടിച്ച് ഞങ്ങളെ ഉന്നത പദവിയിലേക്ക് കയറ്റിയിരുത്തുന്ന ആ പരിശുദ്ധമായ നിൻ്റെ ആ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.